Hello children, welcome to Kids Area Online. Standard 4, Study 4-ന്റെ EVS എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആണല്ലോ? പഠിച്ച കാര്യങ്ങൾക്ക് തന്നെയാണല്ലോ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. നിങ്ങളുടെ പാരൻസ് കാത്തിരിക്കുന്നുണ്ടാവും കുഞ്ഞുങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളാണെന്ന് ചോദിച്ചിട്ടുള്ളതെന്ന് അറിയാനായിട്ട്. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈൻ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ടൈം ട്യൂഷൻ ഇന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. തേർഡ് ടൈം ക്ലാസ് ഡിസംബർ 27-ന് സ്റ്റാർട്ട് ആവുകയാണ്. തേർഡ് ടൈമിൻ്റെ ട്യൂഷൻ ഡിസംബർ 27-ന് സ്റ്റാർട്ട് ആവുകയാണ്. ലൈവ് സെഷനായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ലൈവ് സെഷനായിട്ട് പഠിക്കാം. റെക്കോർഡഡ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് റെക്കോർഡ് സെഷൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റോഡ് ടു ഇൻഡിപെൻഡൻസ്. Given below are the pictures and details related to freedom struggle. Match them drawing lines. ഇവിടെ 3 ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചുള്ള 3 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സെൻറ്റൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. കറക്റ്റായിട്ട് യോജിപ്പിക്കുക. അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ കൂടെ തന്നെ ഉള്ളതാണ്, ബി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ്. ദ മോസ്റ്റ് ക്രൂവൽ അറ്റംപ്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഓഫ് ഫ്രൈറ്റൻ ദ ഇന്ത്യൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ജാലിയൻവാലാബാഗ്. ഇതാ ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. യൂസിങ് ദ എബവ് ഹിൻസ് പ്രിപ്പയർ എ നോട്ട് ഓൺ ജാലിയൻവാലാബാഗ് ഇൻസിഡൻറ്റ്. നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ബി ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോങ്സ് ഓഫ് കേരള. കേരളത്തിലെ പാട്ടുകൾ, മാപ്പിളപ്പാട്ട്, വടക്കൻ പാട്ട്, ഞാറ്റുപാട്ട്, നാടൻ പാട്ട്. ഇത് ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ഇന്നലെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. മാപ്പിളപ്പാട്ട് എന്താണ്, ആരാണത് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്, വടക്കൻ പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാറ്റുപാട്ട് ആരാണ് പാടുന്നത്, നാടൻ പാട്ട് എന്താണ്, ഇതെല്ലാം ടീച്ചർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ഇവിടെ അതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. സോങ്സ് ഓഫ് എ റീജിയൻ ദാറ്റ് ആർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു ജനറേഷൻ ആൻഡ് അനദർ ജനറേഷൻ. ഏതാണ് തലമുറയായി മാറിക്കൊണ്ടിരുന്നത്? നാടൻ പാട്ടായിരുന്നു. സോങ്സ് പോപ്പുലറൈസ്ഡ് ബൈ മോയിൻകുട്ടി വൈദ്യർ ഇൻ കേരള. ഏത് പാട്ടാണ് മോയിൻകുട്ടി വൈദ്യർ പോപ്പുലറൈസ് ചെയ്തത് കേരളത്തിൽ? മാപ്പിളപ്പാട്ട്. സോങ്സ് ഡിസ്ക്രൈബിംഗ് വാലർ ആൻഡ് ഗ്രാറ്റ്നെസ് ഓഫ് ഫേമസ് വാരിയേഴ്സിനെ കുറിച്ചുള്ളത് ഏതാണ്? വടക്കൻ പാട്ട്. സോങ്സ് സങ്സ് ബൈ ഫാമേഴ്സ് വിത്ത് ദ റിതം ഓഫ് പ്ലാന്റിംഗ് പേടി. ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ട് ഏതായിരുന്നു? ഞാറ്റുപാട്ട്. ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓമനത്തിങ്കൽ കിടാവോ നല്ല കോമള താമരപ്പൂവോ. ഈ പാട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വഞ്ചിപ്പാട്ടാണോ, താരാട്ട് പാട്ടാണോ, ഞാറ്റുപാട്ടാണോ, വടക്കൻ പാട്ടാണോ? ഇരയിമൻ തമ്മിയുടെ താരാട്ട് പാട്ട്. ഇതും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ എർത്ത് ആൻഡ് ദ മൂൺ ഒബ്സർവ് ദ പിക്ചർ. അറിയാലോ, ഭൂമി സ്വയം കറങ്ങുന്നു, അതോടൊപ്പം സൂര്യനെയും വലം വയ്ക്കുന്നു. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്വയം കറങ്ങാം. റിവോൾവ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ കറങ്ങുക, സൂര്യനെ കറങ്ങുന്നു. അപ്പോൾ എർത്ത് 2 കാര്യങ്ങൾ ചെയ്യുന്നു. അതെന്താണ് ചെയ്യുന്നത്? റിവോൾവ്സ് അറൗണ്ട് ദ സൺ വൈൽ റൊട്ടേറ്റിംഗ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഇവിടെ എന്ത് ചെയ്യുന്നു? സ്വയം ഇറ്റ്സ് ഓൺ ആക്സിസ് ഒറ്റയ്ക്ക് കറങ്ങുന്നു. 24 hours ആണ് വേണ്ടത്. ഇവിടെയാണെങ്കിലോ 1 വർഷം വേണം. അതായിരുന്നു ഇവിടെ എഴുതാനുണ്ടായിരുന്നത്. ശരത് ഈസ് ട്രൈങ് ടു ഡ്രോ ഹൗ ദ മൂൺ അപ്പിയേഴ്സ് ഫ്രം ദ ന്യൂ മൂൺ ഡേ ടു ദ ഫുൾ മൂൺ ഡേ. ഹെൽപ്പ് ശരത് ടു ഷെയ്ഡ് ദ പിക്ചേഴ്സ് സ്യൂട്ടബിളി. ന്യൂ മൂൺ ഡേ എന്ന് 14 ദിവസം കഴിയുമ്പോൾ ഫുൾ മൂൺ ഡേ ആകും. അതെങ്ങനെയാണ് വരുന്നതെന്ന് ഷെയ്ഡ് ചെയ്യുക. കറുപ്പിക്കേണ്ട ഭാഗം കറുപ്പിച്ച് അങ്ങനെ ഷെയ്ഡ് ചെയ്ത് വരയ്ക്കാനുള്ളതായിരുന്നു ബി പാർട്ട് ഇട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേർഡ്സ് ആർ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് നേച്ചർ. റൈറ്റ് ഹൗ ദ ഫോളോയിങ് ബേർഡ്സ് ആർ ബെനിഫിഷ്യൽ ടു ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിന്
ഈ ബേർഡ്സ് എങ്ങനെയാണ് സഹായകരമാകുന്നത് അതാണ് ഇവിടെ എഴുതാനുള്ളത്. ഇനി മെനി വേസ് ബേർഡ്സ് ആർ ബെനിഫിഷ്യൽ ടു ദ എൻവയോൺമെന്റ് ബട്ട് മെനി ബേർഡ്സ് ആർ ഡിക്രീസിങ് ഇൻ നമ്പർ ടുഡേ. വാട്ട് മേ ബി ദ റീസൺ? റൈറ്റ് ദം. പക്ഷികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്, അതിനുള്ള കാരണം എന്താണ്? അത് ആണ് ബി പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അഞ്ചാമത്തെ ആക്ടിവിറ്റി ലെറ്റ്സ് നോ ദ എയർ. ഒബ്സർവ് ദ പിക്ചർ. പിക്ചറിൽ എന്താണ് കാണുന്നത്? ഇവിടെ എയർ ചെയ്യാണ് അല്ലേ? അതിനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ എയർ ഈസ് യൂസ് ടു ഫിൽ ദ ടയർ ഓഫ് എ വെഹിക്കിൾ? വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ എയർ ആണ് വെഹിക്കിളിൻ്റെ ടയറിൽ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? എയർ ഹാസ് ദ പവർ ടു സ്പ്രെഡ് അറൗണ്ട്, എയർ ക്യാൻ ലിഫ്റ്റ് വെയ്റ്റ്, എയർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഇതിൻ്റെ ആൻസർ ടീച്ചർ പറയേണ്ട, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, പ്രിപ്പയർ ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട് ടു പ്രൂവ് എയർ ഹാസ് ദ പവർ ടു സ്പ്രെഡ് അറൗണ്ട്. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ് ആർ ഗിവൺ ബിലോ. പ്രിപ്പയർ ദ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. മെറ്റീരിയൽസ് എഴുതണം, മോഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് എഴുതണം, ഫൈൻഡിങ്സ് എഴുതണം, കൺക്ലൂഷൻ എഴുതണം. മെറ്റീരിയൽസ് നൽകിയിട്ടുണ്ട്. ഗ്ലാസ്, ബലൂൺ, ത്രെഡ്, മാച്ച് ബോക്സ്, ഇൻസെൻസ് സ്റ്റിക്ക്, പേപ്പർ, കാറ്റാടി, കാർഡ്ബോർഡ്. ഇതുപയോഗിച്ചിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് തയ്യാറാക്കണം. അതെങ്ങനെയാണ്? മെറ്റീരിയൽസ് എഴുതണം, മോഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് എഴുതണം, ഫൈൻഡിങ്സ് എഴുതണമായിരുന്നു, കൺക്ലൂഷൻ എഴുതണമായിരുന്നു. ഇതായിരുന്നു ബി പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെരിമെൻ്റ് ആയിരുന്നു ബി പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് നോ ദ ഡയറക്ഷൻ. ദ സ്കെച്ച് ഓഫ് കീർത്തന സ്കൂൾ ഈസ് ഗിവൺ ബിലോ. കീർത്തനയുടെ സ്കൂളിൻ്റെ ഡയറക്ഷനാണ് നൽകിയിട്ടുള്ളത്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് നൽകിയിട്ടുണ്ട്. ഇൻഡെക്സ് നൽകിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ ശേഷം താഴെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതായിരുന്നു. 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്കൂൾ ഈസ് ദ റോഡ് സീൻ? റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഏത് ഡയറക്ഷനിലാണ് സ്കൂൾ വരിക? വാട്ട് ഈസ് സീൻ ഓൺ ദ വെസ്റ്റ് സൈഡ് ഓഫ് ദ ഓഫീസ്? ഓഫീസിൻ്റെ വെസ്റ്റ് സൈഡിൽ എന്താണ് കാണുന്നത്? ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ക്ലാസ് റൂം ഈസ് ദ ബട്ടർഫ്ലൈ പാർക്ക്? ബട്ടർഫ്ലൈ പാർക്ക് ക്ലാസ് റൂമിൻ്റെ ഏത് ഡയറക്ഷനിലാണ്? ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്റ്റേജ് ഈസ് വെൽ ലൊക്കേറ്റഡ്? വെൽ, കിണർ ഏത് ഡയറക്ഷനിലാണ്? മാർക്ക് ദ ഫ്ലാഗ് പോസ്റ്റ് ഓൺ ദ സൗത്ത് ഓഫ് ദ ക്ലാസ് റൂം ആൻഡ് വെസ്റ്റ് ഓഫ് ദ ഓഫീസ്. ഫ്ലാഗ് എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ക്ലാസ് റൂമിൻ്റെ സൗത്താണ്, ഓഫീസിൻ്റെ വെസ്റ്റ് ആണ്. അവിടെയുള്ള ഫ്ലാഗ് മാർക്ക് ചെയ്യണം. ഇതായിരുന്നു 5 ക്വസ്റ്റ്യൻസ്. ഈ 6 ആക്ടിവിറ്റീസാണ് 4ാം ക്ലാസ്സിലെ EVS എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈസിയാണ്, എക്സാം ഈസി ആയിരുന്നു. ഒരുവിധം നല്ലതുപോലെ പഠിച്ചിട്ട് പോയ കുട്ടികൾക്ക് എക്സാം നല്ല ഈസി ആയിരുന്നു. നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ചിൽഡ്രൻ, ട്യൂഷൻ്റെ കാര്യം മറക്കേണ്ട. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.